സ്ഥിരം നേറ്റിവിറ്റി കാർഡ് പദ്ധതി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും നിയമപരമായ തർക്കങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ജനിച്ചവർക്കും കേരളീയരായ മാതാപിതാക്കളുള്ള മക്കൾക്കും പൗരത്വം തെളിയിക്കാനുള്ള ബദൽ രേഖയായി ഈ കാർഡ് മാറുമെന്ന സർക്കാരിന്റെ അവകാശവാദം ഭരണഘടനാപരമായ കടമ്പകളിൽ തട്ടി നിൽക്കാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പൗരത്വം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയും പാർലമെന്റിന്റെയും അധികാരപരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന സർക്കാർ നൽകുന്ന നേറ്റിവിറ്റി കാർഡിന് പൗരത്വ രേഖ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലോ ദേശീയ തലത്തിലോ എത്രത്തോളം അംഗീകാരം ലഭിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഈ വിഷയത്തിൽ കേരളം നിയമനിർമ്മാണം നടത്തിയാൽ പോലും അതിന് ഗവർണറുടേതോ രാഷ്ട്രപതിയുടെയോ അംഗീകാരം ലഭിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഭരണഘടനാപരമായ അധികാരങ്ങൾ പരിശോധിക്കുമ്പോൾ പൗരത്വ രേഖകൾ നിശ്ചയിക്കാനുള്ള പരമാധികാരം പാർലമെന്റിന് മാത്രമാണെന്ന് വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്നതും ഇന്ത്യയിലുടനീളം ഉപയോഗിക്കുന്നതുമായ ആധാർ കാർഡിനെ പോലും പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ലെന്ന വസ്തുത ഇവിടെ പ്രസക്തമാണ്. ഒരു വ്യക്തിയുടെ ജനനവും നിലവിലെ താമസവും വ്യക്തമാക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖ എന്നതിനപ്പുറം ദേശീയ പൗരത്വ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ ഈ കാർഡ് ഒരു കവചമാകില്ലെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനം കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് നിയമസാധുത ലഭിക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി അനിവാര്യമാണ്. എന്നാൽ ഈ വിഷയങ്ങളിൽ സംസ്ഥാനം ഇടപെടുന്നു എന്ന കാരണത്താൽ രാജ്ഭവൻ ഇതിന് തടയിടാനും സാധ്യതയുണ്ട്. പൗരത്വവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന ആക്ഷേപവും ശക്തമാണ്. പുതിയ പദ്ധതിക്ക് നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആദ്യം ഓർഡിനൻസ് ഇറക്കാനും പിന്നീട് ജനുവരിയിൽ നടക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ഈ ബില്ല് നിയമസഭ പാസാക്കിയാലും ഗവർണർ അതിൽ ഒപ്പിടാൻ സാധ്യതയില്ല. പൗരത്വം കേന്ദ്ര വിഷയമായതിനാൽ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ അയക്കാനാണ് കൂടുതൽ സാധ്യത. രാഷ്ട്രപതി ഭവനിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം പ്രതീക്ഷിക്കാനാവില്ലെന്നും ഭരണഘടനാ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതോടെ സർക്കാരിന്റെ പ്രഖ്യാപനം വെറും രാഷ്ട്രീയ പ്രസ്താവനയായി ഒതുങ്ങാനും സാധ്യതയുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വലിയ തുക ചെലവാക്കി സാധ്യതാ പഠനവും നിയമോപദേശവും തേടാൻ സർക്കാർ ഒരുങ്ങുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ഇത്തരം പ്രായോഗികമല്ലാത്ത പദ്ധതികൾക്കായി പണം ചെലവാക്കുന്നത് ഖജനാവിന് വലിയ ബാധ്യതയാകും. നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, പാസ്പോർട്ട് എന്നിവയാണ് ഒരാളുടെ പൗരത്വം തെളിയിക്കാനായി ഉപയോഗിക്കുന്ന ആധികാരിക രേഖകൾ. കേരളത്തിന് പുറത്ത് ജനിച്ചവരാണെങ്കിലും മാതാപിതാക്കൾ കേരളീയർ ആണെങ്കിലും അവർക്ക് ഇപ്പോൾ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ റവന്യൂ വകുപ്പ് നൽകാറുണ്ട്. ഇതിനെ ഒരു ചിപ്പ് ഘടിപ്പിച്ച് കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നു എന്നതിനപ്പുറം പൗരത്വ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും പൗരത്വം തെളിയിക്കാൻ ഈ സ്ഥിരം കാർഡ് സഹായമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സാങ്കേതികവും നിയമപരവുമായ വശങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിക്കാത്ത ഒരു രേഖയ്ക്ക് പൗരത്വ പ്രശ്നങ്ങൾ ഒരു നിയമപരിരക്ഷയും നൽകാൻ കഴിയില്ല. വരാനിരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതികളും ദേശീയ പൗരത്വ രജിസ്റ്ററും ഉയർത്തുന്ന ആശങ്കകൾ മുതലെടുത്ത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നും പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ആരോപിക്കുന്നു. കേരള കൗമുദി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ പദ്ധതിയുടെ നിയമപരമായ പൊരുത്തക്കേടുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ സേവനങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് ഉപയോഗിക്കണമെന്നത് മാത്രമാണ് ഇതിന്റെ ഏക നേട്ടം. എന്നാൽ ഇതിനായി പുതിയൊരു കാർഡ് സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ നിലവിലെ ഈ ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റുകളുടെ പ്രസക്തി നഷ്ടമാകുമെന്നും ആരോപണമുണ്ട്. നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്രാധികാരത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പുതിയൊരു പോർമുഖം തുറക്കാൻ മാത്രമേ ഉപകരിക്കൂ. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി ലഭിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ഒരു വ്യക്തി പൗരനോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിക്ഷിപ്തമായിരിക്കെ സംസ്ഥാനം സ്വന്തം നിലയിൽ നൽകുന്ന കാർഡ് അന്താരാഷ്ട്ര യാത്രകൾക്കോ പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ നിയമപരമായ അടിത്തറയില്ലാത്ത ഒരു വാഗ്ദാനമായി സ്ഥിരം നേറ്റിവിറ്റി കാർഡ് മാറുമോ എന്ന ആശങ്കയിലാണ് പൊതുജനം. ജനങ്ങളുടെ പൗരത്വ സംരക്ഷണം എന്ന വികാരപരമായ വിഷയത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതിന് പകരം പ്രായോഗികമായ പരിഹാരങ്ങളാണ് സർക്കാർ കണ്ടെത്തേണ്ടതെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു.